إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن هذه أمتكم أمة واحدة وأنا ربكم فاعبدون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കാൻ ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹറം മാസവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ വിമോചന കാര്യങ്ങളും അതിൻ്റെ സാഹോദര്യ വീക്ഷണവും പ്രപഞ്ചനാഥനോട് ഇസ്ലാം സ്വീകരിക്കുന്ന സമീപനവും നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ ചില കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ 1-2 ഖുത്ബകളിൽ നമ്മൾ പരാമർശിച്ചിട്ടുള്ളത്. മഹാനായ സ്വഹാബി അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും ഗിഫാർ എന്ന വലിയ ഒരു ഗോത്രം അദ്ദേഹത്തിൻ്റെ വഴിയായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാൻ കാരണമായിട്ടുള്ള പ്രസിദ്ധനായ സ്വഹാബിയാണ്. ആ സ്വഹാബി ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് സംസാരമധ്യേ യാ ഇബ്ന സൗദാ, കാപ്പിരിയുടെ മകളെ, കറുത്ത വർഗക്കാരിയുടെ മകനെ എന്ന ഒരു സംബോധന ചെയ്യുകയുണ്ടായി. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അത് വലിയ വേദനയായി. കാരണം ഇസ്ലാം എന്നത് സാഹോദര്യത്തിൻ്റെ മതമാണ്. വർണ്ണവർഗ വൈജാത്യങ്ങൾക്കതീതമായി
മനുഷ്യരെല്ലാവരും ഏകോദര സഹോദരന്മാരാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തത്വസംഹിത. അങ്ങനെയുള്ള ഒരു ദീനിലേക്ക് കടന്നു വന്ന എനിക്ക് അതിൽപ്പെട്ട ഒരു സഹോദരനിൽ നിന്ന് ഇതുപോലെയുള്ള ഒരു കുത്തുവാക്ക് കേൾക്കേണ്ടി വന്നല്ലോ എന്ന വേദന അദ്ദേഹത്തെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. അദ്ദേഹം ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നുകൊണ്ട് പരാതി ബോധിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി കാര്യം അന്വേഷിച്ചു. ഈ കാര്യം ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദറിനോട് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: യാ അബൂദർ, ഇന്നക ഇംറുഉൻ ഫീക ജാഹിലിയ്യ. നീ ഇപ്പോഴും ജാഹിലിയത്ത് വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ച് പറയുകയുണ്ടായി. അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ഒരു വാക്ക് കേട്ടപ്പോൾ ഞാൻ ഇതുവരെ മുസ്ലിമാവാതിരിക്കുകയും ഈ ഒരു സംഭവത്തിന് ശേഷം മുസ്ലിമായാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോവുകയും ചെയ്യുന്ന അത്രയും പ്രയാസം എനിക്കുണ്ടായി എന്ന് അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അപ്പോൾ ഇസ്ലാം വെച്ച് പുലർത്തുന്ന സാഹോദര്യത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും സമഭാവനയുടെയും അടിസ്ഥാനപരമായ ആശയത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഗുണദോഷം വിരൽ ചൂണ്ടുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അനുജൻ, മക്കയിൽ നിന്ന് പ്രയാസങ്ങൾ സഹിക്കവയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം എത്യോപ്യയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ടായിരുന്നു. സംഘത്തിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു. ആ ഹിജ്റ പോയ ആളുകളെ അവിടെ സ്വൈര്യമായി ജീവിക്കാൻ അനുവദിച്ചുകൂടാ എന്ന് മനസ്സിലാക്കിയ ഖുറൈശികൾ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു ദൗത്യ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് അവരെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം നടത്തി. നേഗസ് രാജാവിനെ കണ്ട് അബൂ സുഫിയാൻ, ഇവിടെ വന്നിട്ടുള്ള ആളുകൾ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് പ്രയാസങ്ങളുണ്ടാക്കി ദുഷ്ടന്മാരായി വന്നിട്ടുള്ളവരാണ് എന്ന് പറഞ്ഞു. നജാശി രാജാവ് മുസ്ലിം ആ സംഘത്തെ വിളിച്ചു വരുത്തി കാര്യം അന്വേഷിച്ചു. അവരുടെ കൂട്ടത്തിൽ നിന്ന് സംസാരിച്ചത് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ജഅഫർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ മഹിതമായ ആശയങ്ങൾ നജാശി രാജാവിൻ്റെ മുമ്പിൽ ഇപ്രകാരം വിവരിച്ചു: അയ്യുഹൽ മലിക്, അല്ലയോ രാജാവേ, കുന്നാ ഖൗമൻ അഹ്ലൽ ജാഹിലിയ, ഞങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ നഅ്ബുദുൽ അസ്നാമ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു ജനവിഭാഗമായിരുന്നു. വനഅ്കുലുൽ മൈത്തത, ശവം ഭുജിക്കുന്നവരായിരുന്നു ഞങ്ങൾ. വനഅത്തിൽ ഫവാഹിഷ, എല്ലാ വൃത്തികേടുകളും ചെയ്യുന്നവരായിരുന്നു ഞങ്ങൾ. വനഖ്തഉൽ അർഹാം, കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്തവരായിരുന്നു ഞങ്ങൾ. വനുസീഉൽ ജിവാർ, അയൽവാസികളോട് അക്രമം കാണിക്കുന്നവരായിരുന്നു ഞങ്ങൾ. വയഅ്കുലുൽ ഖവിയ്യു മിനൽ വഈഫ്, ഞങ്ങളിൽ നിന്ന് ശക്തന്മാരായിട്ടുള്ള ആളുകൾ ദുർബലന്മാരായ ആളുകളെ അടിച്ചമർത്തുന്നവരായിരുന്നു. ഫകുന്നാ അലാ ദാലിക, അങ്ങനെ ഞങ്ങൾ ആയിരിക്കെ ഹത്താ ബഅസല്ലാഹു ഇലൈനാ റസൂലൻ മിന്നാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു വ്യക്തിയെ റസൂലായി ഞങ്ങളിലേക്ക് അയച്ചു. നഅരിഫു നസബഹു,
അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാം. വസിദ്ഖഹു, അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാം. അമാനത്തഹു, അദ്ദേഹത്തിന്റെ വിശ്വസ്തതയെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാം. അഫാഫഹു, അദ്ദേഹത്തിന്റെ സ്വഭാവ രീതികളെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാം. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിലേക്ക് പ്രവാചകനായി റസൂലായി നിയോഗിച്ചത്. ഫദആന, അങ്ങനെ അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ചു. ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു. ലിതൗഹീദിഹി, ഇബാദത്തിൽ അവനെയല്ലാതെ മറ്റാരെയും ഇബാദത്ത് ചെയ്യരുത്, ഏകനായ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന തൗഹീദിലേക്ക് അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ചു. വലിനഅ്ബുദഹു, അദ്ദേഹത്തെ അവനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് അദ്ദേഹം ഞങ്ങളോട് ആജ്ഞാപിച്ചു. വനഖ്ലഅ മാ കുന്നാ നഅ്ബുദു, ഞങ്ങൾ ആരാധിച്ചു വരുന്നിരുന്ന എല്ലാവിധ മറ്റ് വസ്തുക്കളെയും എല്ലാത്തിനെയും ഉപേക്ഷിക്കുവാൻ, കൈയൊഴിക്കുവാൻ അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചു. നഹ്നു വ ആബാഉനാ മിൻ ദൂനിഹി, അദ്ദേഹത്തെ ആ അള്ളാഹുവിന് പുറമെയുള്ള ഞങ്ങൾ പൂർവികന്മാരും ഞങ്ങളും ആരാധിച്ചിരുന്ന എല്ലാവിധത്തിലുള്ള ഇലാഹുകളെയും കൈയൊഴിക്കുവാൻ അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചു. ആ ഇബാദത്ത് ചെയ്യപ്പെടുന്ന വ്യക്തികൾ ചിലപ്പോൾ മിനൽ ഹിജാറ, ചിലപ്പോൾ കല്ലുകളാണ്, വൽ ഔസാൻ, അല്ലെങ്കിൽ വിഗ്രഹങ്ങളാണ്. ഏതായിരുന്നാലും അതിനെയൊക്കെ കൈയൊഴിച്ചുകൊണ്ട് ഏകനായ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയാണ് അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചു. വഅമറനാ ബിസിദ്ഖിൽ ഹദീസ്, സത്യസന്ധമായ വാക്കുകൾ മാത്രമേ നിങ്ങൾ പറയാവൂ, സത്യം മാത്രമേ പറയാവൂ എന്ന് അദ്ദേഹം ഞങ്ങളെ ഉപദേശിച്ചു. വഅദാഇൽ അമാനത്ത്, വിശ്വസ്തത കാത്തു സൂക്ഷിക്കണം എന്ന് അദ്ദേഹം ഞങ്ങളോട് ഉപദേശിച്ചു. വസിലത്തിർ റഹം, കുടുംബ ബന്ധങ്ങളെ ചേർക്കണമെന്ന് അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചു. വഹുസ്നിൽ ജിവാർ, അയൽപക്കക്കാരോട് വളരെ നല്ല നിലയിൽ വർത്തിക്കണമെന്ന് അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചു. വൽ കഫി അനിൽ മഹാരിമി വദ്ദിമാ, അനാവശ്യമായ, ഹറാമായ, നിഷിദ്ധമായ എല്ലാ കാര്യങ്ങളെയും വിട്ടകന്ന് നിൽക്കണമെന്ന് അദ്ദേഹം ഞങ്ങളെ ഉപദേശിച്ചു. വദ്ദിമാ, അതുപോലെ തന്നെ അന്യന്റെ രക്തത്തിന് പവിത്രത കൽപ്പിക്കണം, അന്യായമായി നിങ്ങൾ ആരെയും കൊലപ്പെടുത്തരുത് എന്ന ഉപദേശം അദ്ദേഹം ഞങ്ങൾക്ക് നൽകി. വനഹാന അനിൽ ഫവാഹിഷി വഖൗല സൂർ, മ്ലേച്ഛമായ എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളെയും അതുപോലെ തന്നെ കളവും ചതിയും വഞ്ചനയും ഉൾക്കൊള്ളുന്ന വർത്തമാനങ്ങളും പ്രയോഗങ്ങളും സംസാരങ്ങളും ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചു. വഅക്ലു മാലിൽ യതീം, യതീമുകളുടെ സമ്പത്ത് തിന്നുന്നതിനെ അദ്ദേഹം ഞങ്ങളിൽ നിന്ന് വിലക്കി. വഖദ്ഫുൽ മുഹ്സന, പതിവ്രതകളായ നല്ല കുലീനകളായ സത്യസന്ധരായ സ്ത്രീകളെ സംബന്ധിച്ച് അപവാദം പറഞ്ഞു വരുത്തുന്നതിൽ നിന്ന് അദ്ദേഹം ഞങ്ങളെ വിലക്കി. അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചു. വഅമറന, അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചു. ബിസ്സലാ, നമസ്കാരം നിർവഹിക്കണമെന്ന്. വസകാ, സകാത്ത് കൊടുക്കണമെന്ന്. വസിയാം, നോമ്പ് അനുഷ്ഠിക്കണമെന്ന്. ഈ രൂപത്തിൽ ഫഅദ്ദദ അലൈഹി ഉമൂറൽ ഇസ്ലാം, ജഅഫർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ നാനാവശങ്ങൾ, അതിൻ്റെ എല്ലാ വ്യക്തിപരവും സാമൂഹ്യവും കുടുംബപരവും അയൽപക്കപരവും സാമ്പത്തികവും എന്ന് തുടങ്ങി ഒരു മനുഷ്യൻ അനുവർത്തിക്കേണ്ട മതപരമായ എല്ലാ വിധേനയുള്ള സ്വഭാവ രീതികളെ സംബന്ധിച്ചും ജഅഫർ റളിയല്ലാഹു അൻഹു നജ്ജാശി രാജാവിന്റെ മുമ്പിൽ ഇസ്ലാമിന്റെ മേന്മകൾ വിവരിച്ചുകൊണ്ട് സംസാരിച്ചു. വലം നുശ്രിക് ബിഹി വഹറമ മാ ഹറമ അലൈനാ, അദ്ദേഹം ഞങ്ങളോട് ഹറാമാക്കിയ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഹറാമായി തന്നെ തുടരാൻ തീരുമാനിച്ചു. വഅഹലൽനാ മാ അഹല്ല ലനാ, അദ്ദേഹം ഞങ്ങൾക്ക് എന്തൊക്കെയാണ് ഹലാലാക്കി തന്നത് ആ ഹലാലിനെ മാത്രം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനുമാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഇതാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്, ഇതിന്റെ പേരിലാണ് ഞങ്ങൾക്ക് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് എന്ന് ജഅഫർ റളിയല്ലാഹു അൻഹു നജ്ജാശി രാജാവിന്റെ മുമ്പിൽ തുറന്നു പറഞ്ഞു.
ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് പറയുന്ന രണ്ട് വിധമുണ്ട്. ഒന്ന്, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകൾ, അൽ ഇബാദാത്തു ശർഇയ്യ, ശർഇയ്യായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഇബാദത്തുകൾ. മറ്റൊന്ന് അൽ ഇബാദാത്തുൽ മുആമല, മനുഷ്യർ പരസ്പരം കാത്തു സൂക്ഷിക്കേണ്ട പെരുമാറ്റ മര്യാദകൾ ഉൾക്കൊള്ളുന്ന ജീവിതത്തിന്റെ നാനാവശങ്ങളിലും വ്യത്യസ്ത ജനവിഭാഗങ്ങളുമായി അനുവർത്തിക്കേണ്ട നയനിലപാടുകളെ സംബന്ധിച്ചുള്ള ഇടപാടുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിൽ പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഈ ഇസ്ലാമിന് എതിരാണ് യഥാർത്ഥത്തിൽ യഹൂദ വിശ്വാസവും അവരുടെ ധാരണയും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ പ്രവാചകന്മാർ എല്ലാവരും വന്നിട്ടുള്ളത് ഇസ്രായേലിയരിലാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മകനായ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനായ യഅ്ഖൂബ് നബി അലൈഹി ഇസ്ലാം, അദ്ദേഹത്തിന്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ആ സന്താന പരമ്പരയിലാണ് എല്ലാ പ്രവാചകന്മാരും വന്നിട്ടുണ്ടായിരുന്നത്. അവരുടെ അഹങ്കാരവും മനുഷ്യത്വത്തോട് അവർ കാണിക്കുന്ന തെറ്റായ നിലപാടുകളും, അവർ മാത്രമാണ് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ, മറ്റുള്ളവരൊന്നും മനുഷ്യരല്ല എന്ന നിലപാടും സ്വീകരിച്ചതിന്റെ ഫലമായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ രണ്ടാമത്തെ മകനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ, അഥവാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മറ്റൊരു ഭാര്യ ഹാജറ, അവർ ആഫ്രിക്കൻ വർഗക്കാരിയാണ്, കറുത്ത വർണ്ണക്കാരിയാണ്. സവർണ മേധാവിത്വത്തിന് എതിരായ മനുഷ്യ സാഹോദര്യത്തിന്റെ മഹിതമായ സന്ദേശം മാനവ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്ന മഹത്തായ ലക്ഷ്യം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ രണ്ടാമത്തെ ആദ്യപുത്രനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ആ സന്താന പരമ്പരയിൽ, അഥവാ ഹാജർ എന്ന നീഗ്രോ സ്ത്രീയിൽ ജനിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാനവ സാഹോദര്യത്തിന്റെ ആ പാഠം പഠിപ്പിക്കുവാൻ വേണ്ടി, ഇസ്ലാമിന്റെ മഹിതമായ സാഹോദര്യത്തെ വിളിച്ചോതുന്നതിന് വേണ്ടിയുള്ള ഒരു സംഹിതയായിട്ടായിരിക്കാം, ആ ഒരു യുക്തിഭദ്രമായ സമീപനമാണ് പ്രവാചകത്വ പദവിയെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ പരമ്പരയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നതിന്റെ ഉദ്ദേശ്യമെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് ആ രൂപത്തിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ മാനവ സമൂഹത്തിനോട് എതിരായ സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. അവർക്കെല്ലാ നിലക്കും ഇസ്ലാമിന്റെ ഈ സാഹോദര്യത്തിന് അവർ എതിരായിരുന്നു. അതുകൊണ്ടാണ് ആ പ്രവാചകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ പരമ്പരയിൽപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ സ്വീകരിക്കാതിരുന്നത്. അതിന്റെ ഫലമായിട്ടാണ് അവർ ഉമ്മികളാണ്, അക്ഷരജ്ഞാനമില്ലാത്തവരാണ്, അവർ മനുഷ്യരല്ല എന്ന നിലപാട് യഹൂദികൾ സ്വീകരിച്ചതെന്ന് ഖുർആൻ പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തികവും മറ്റെല്ലാ വിധേനയുള്ള കാര്യങ്ങളിലും ഇസ്രായേലിയർ മാത്രമേ മേന്മയുള്ളവരായിട്ടുള്ളൂ, അവരെ മാത്രമേ പരിഗണിക്കേണ്ടവരുള്ളൂ. അവരുടെ സുഖത്തിന് വേണ്ടി മറ്റുള്ളവർ എന്ത് മോശപ്പെട്ട, എത്ര താഴ്ന്ന നിലയിലുള്ള ജീവിതം നയിച്ചാലും അത് പ്രശ്നമല്ല, അവരെ ഏത് വിധേനയും ചൂഷണം ചെയ്യാം എന്ന നിലപാട് അവർ സ്വീകരിച്ചത് എന്ന് ഖുർആൻ പറയുന്നു. ഖുർആൻ പറയുന്നു, സൂറത്ത് അൻ-നിസായിലെ 161 ആയത്തിൽ അല്ലാഹു പറയുന്നു, അവരുടെ സമീപനം, തെറ്റായ സമീപനം എന്താണ്? അവർ പലിശയെ സാമ്പത്തിക വ്യവസ്ഥയായി അംഗീകരിച്ചു. അവരോട് അത് വിരോധിച്ചിട്ടുണ്ടായിരുന്നു അല്ലാഹു. ജനങ്ങളുടെ മുതലുകളെ അന്യായമായി പിടിച്ചു പറിച്ചു തിന്നുന്ന സമീപനം അവർ സ്വീകരിച്ചു. ബിൽ ബാത്തിൽ, അന്യായമായി. ആ നിലപാടാണ് അവർ സ്വീകരിച്ചത്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, വഅഅതനാലിൽ കാഫിരീന മിൻഹും അദാബൻ അലീമ. തീർച്ചയായും അത്തരത്തിലുള്ള അവിശ്വാസികൾക്ക്, നന്ദി കെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദനാജനകമായ ശിക്ഷ ഏർപ്പാട് ചെയ്തു വെച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ചൂഷണത്തിന്റെ എല്ലാ വിധേനയുള്ള സമീപനം അവർ സ്വീകരിച്ചു. ആവശ്യക്കാരനെ പരമാവധി ചൂഷണം ചെയ്തു.
എല്ലാവിധത്തിലുള്ള കാര്യങ്ങളും ഭൗതികതയിൽ, ദുനിയാവിന്റെ കാര്യത്തിൽ മാത്രം മതപരമായ കാര്യങ്ങളെ ഉപയോഗിക്കുക എന്ന സമീപനം സ്വീകരിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പോലും അവർ സ്വീകരിച്ച നിലപാടതാണെന്ന് ഖുർആൻ പറയുന്നു. അവർ പറഞ്ഞു, അവരുടെ സമീപനം, ഞങ്ങൾ നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഉഹു, ഞങ്ങൾ പ്രത്യേകമായൊരു ജനവിഭാഗമാണ്, ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളാണ്, ഞങ്ങൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്, നിങ്ങളൊന്നും ആ കൂട്ടത്തിൽപ്പെട്ടവരല്ല, അതുകൊണ്ട് ഞങ്ങൾക്കാണ് ഇവിടെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉപയോഗിക്കുവാനുള്ള അവകാശമുള്ളത് എന്ന സമീപനം അവർ സ്വീകരിച്ചു. വഖാലത്തിൽ യഹൂദു വന്നസാറ, ജൂതനസാറാക്കൾ പറഞ്ഞു, നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഉഹു, ഞങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട മക്കളും അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകളുമാണ്. ഖുൽ, അള്ളാഹു പ്രവാചകനോട് ചോദിക്കുന്നു, ഫലിമ്മ യുഅദ്ദിബുകും ബിദുനൂബികും, അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ മക്കളാണ് എന്നാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ നിങ്ങളെ എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പലവിധേന ശിക്ഷകൾക്ക് വിധേയമാക്കിയിട്ടുള്ളത്? ബിദുനൂബികും, നിങ്ങളുടെ കുറ്റം കൊണ്ടാണ് അള്ളാഹു നിങ്ങളെ ശിക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസമില്ല. നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റത്തിന് ശിക്ഷ നിങ്ങൾക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അള്ളാഹു പറയാണ്, യുഅദ്ദിബുകും ബിദുനൂബികും ബൽ അൻതും ബശറും മിമ്മൻ ഖലഖ, അള്ളാഹു സൃഷ്ടിച്ചതുപോലെയുള്ള മറ്റ് മനുഷ്യരെ പോലെയുള്ള മനുഷ്യർ മാത്രമാണ് നിങ്ങൾ. അള്ളാഹു പറയുന്നു, യഗ്ഫിറു ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നു, വയുഅദ്ദിബു മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ശിക്ഷ നടപ്പാക്കുകയും ചെയ്യുന്നു. വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്, അള്ളാഹുവിനാണ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ആധിപത്യം, അവനാണ്. വമാ ബൈനഹുമാ, അതിനിടയിലുമുള്ളത്. വ ഇലൈഹിൽ മസീർ, നിങ്ങൾ എല്ലാം മടക്കം അള്ളാഹുവിലേക്കാണ് എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാകണം എന്ന് ഇസ്രായേല്യരോട് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്ന സമീപനത്തെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ടവരാണ് ഞങ്ങൾ എന്ന വാദത്തിന്റെ അടിസ്ഥാനത്തിൽ മൂസാ നബി അലൈഹി സ്വലാമിനെ വളരെയധികം കഷ്ടപ്പെടുത്തുകയുണ്ടായി. അവർ അള്ളാഹുവിന്റെ കൽപ്പനകൾ അവരുടെ മുമ്പിൽ പറയുമ്പോൾ, നിങ്ങൾ അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പറയുമ്പോൾ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യണമെന്ന് പറയുമ്പോൾ അവരുടെ മറുപടി എന്താണെന്ന്, ഫദ്ഉ ലനാ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞങ്ങൾ ഇന്നത് ചെയ്യണമെങ്കിൽ, ഞങ്ങൾ ഇന്ന കാര്യം നിന്നെ അനുസരിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നീ ചെയ്യണം. അതുകൊണ്ട് ഫദ്ഉ ലനാ, ഞങ്ങൾക്ക് വേണ്ടി നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കുന്നത്? ഫദ്ഉ ലനാ റബ്ബക യുഖ്രിജ് ലനാ, ഞങ്ങൾക്ക് അവൻ ഉൽപ്പാദിപ്പിച്ചു തരണം. മിമ്മാ തുംബിതുൽ അർദു, ഭൂമിയിൽ നിന്ന് ഉൽപാദനങ്ങൾ, മിൻ ബഖലിഹാ വഖിസാഇഹാ വഫൂമിഹാ വഅദസിഹാ വബസലിഹാ, ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉള്ളി, പയറ്, അതുപോലെയുള്ള ഫലവർഗ്ഗങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച്, ഞങ്ങൾ ഇതിനൊന്നും അധ്വാനിക്കാനൊന്നും കഴിയില്ല, അതൊക്കെ ഇങ്ങനെ മുളപ്പിച്ചുണ്ടായി ഇങ്ങനെ വളർന്നു വന്ന് ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ അനുഭവിക്കുന്നവരായി ആ രൂപത്തിൽ സുഖകരമായ ഭൗതികമായ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിന്റെ പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾക്ക് കഴിയണം, അതിന് നിന്റെ റബ്ബിനോട് നീ പറയണം എന്ന രൂപത്തിൽ മൂസാ നബി അലൈഹി സ്വലാമിനോട് അവർ പറഞ്ഞതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മാനവ സമൂഹത്തോട് ഏറ്റവും വലിയ അഹന്തയും കിബറും അഹങ്കാരവും വെച്ച് പുലർത്തിക്കൊണ്ടുള്ള സമീപനമാണ് അവർ സ്വീകരിച്ചത് എന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാം തന്റെ അനുയായികളെയും കൊണ്ട് ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെങ്കടലിന്റെ തീരത്തേക്ക് പോകുന്ന അവിടെ വെച്ച് മൂസാ നബി അലൈഹിസ്സലാം എല്ലാ നിലക്കും അവരെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പോലും നിരാശാജനകമായ അള്ളാഹുവിനോട് നന്ദി കെട്ട വാക്കുകൾ പറഞ്ഞതായി ഖുർആൻ പറയുന്നു. ഇന്നാ ലമുദ്റകൂൻ, നീ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞങ്ങളെ നാശപ്പെടുത്തുകയാണോ, ഞങ്ങളിതാ പിടിക്കപ്പെട്ടില്ലേ എന്ന് വരെ ആ സന്ദർഭത്തിൽ പോലും മൂസാ നബി അലൈഹി സ്വലാമിനോട് ആ രൂപത്തിലുള്ള ആക്ഷേപ വാക്കുകൾ പറഞ്ഞതായി ഖുർആൻ പറയുന്നു. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലിയരുടെ സ്വഭാവ വിശേഷണങ്ങളെ പറഞ്ഞുകൊണ്ട് അവരുടെ അഹങ്കാരത്തെ സൂചിപ്പിച്ചുകൊണ്ട് മാനവ വിരുദ്ധമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പ്രവാചകന്മാരുടെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ സാഹോദര്യ ബോധത്തെ അവഗണിച്ചുകൊണ്ട് ജീവിച്ച ആ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലഅനത്ത് ചെയ്യുകയും ശാപകോപങ്ങൾക്ക് വിധേയമാക്കുകയും അവരുടെ ഏറ്റവും വലിയ പ്രവാചകത്വം എന്ന പദവി അവരിൽ നിന്ന് എടുത്തു മാറ്റി
ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ പരമ്പരക്ക് നൽകുകയും ചെയ്തുകൊണ്ട് ഒരു മാനവ സാഹോദര്യത്തിലേക്ക്, ഇസ്ലാമിന്റെ ആ മഹിതമായ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ്, പദ്ധതിയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു സമീപനം നമുക്ക് വലിയ പാഠമാണ്. നമ്മുടെ ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്നത് ജാഫർ റളിയല്ലാഹു അൻഹു നജ്ജാശി രാജാവിന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള ആ ഒരു സമീപനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എല്ലാ വിധേനയും മാനവ സമൂഹത്തിന് നന്മ പകർന്നു കൊടുക്കുന്ന സമീപനമാണ് ഇസ്ലാമിക ജീവിതമായി നമ്മളിൽ ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ സമീപനം, അബൂദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനുണ്ടായ അനുഭവം നമുക്ക് പാഠമാകേണ്ടതാണ്. ആരെയും കൊച്ചാക്കി കാണാതെ എല്ലാവരെയും ഏകോദര സഹോദരന്മാരായി കണ്ടുകൊണ്ട്, എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട്, എല്ലാവരും അല്ലാഹുവിന്റെ അടിമകളാണ് എന്ന ബോധത്തോടു കൂടി ഏകോദര സഹോദരന്മാരായി പരസ്പര വിട്ടുവീഴ്ച ചെയ്ത്, പരസ്പര ഒത്താശ ചെയ്ത്, വയംനഊനൽ മഅഊൻ, പരോപകാരത്തെ നിഷേധിക്കുന്നവരാകരുത് വിശ്വാസികൾ എന്ന് ഖുർആൻ പറഞ്ഞ ആ ഒരു സമീപനത്തിലൂടെ നമ്മുടെ ഇബാദത്തുകളെ, ശർഈയായ ഇബാദത്തുകളെ അല്ലാഹു കബൂൽ ചെയ്യുന്നതിന് വേണ്ടി മുആമലാത്തുകൾ